ലൈക്ക് പുലിമുരുകൻ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ തിയേറ്ററിൽ കയറി അതുപോലെ മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എക്സ്പെക്ടേഷനോട് വന്നാൽ ചിലപ്പോൾ സാറ്റിസ്ഫൈ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ 70 വയസ്സുണ്ടെന്ന് തോന്നുന്നില്ല. അമ്മാതിരി അഭിനയവും കാര്യങ്ങളും ഇയാളല്ല വേറെ ആരഭിനയിച്ചാലും ഇത് കിട്ടത്തില്ല. പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നത്. നല്ല മൂവി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടമാണ്. മമ്മൂട്ടി നല്ല അടിപൊളിയായിട്ടാണ്. ആക്ഷനൊക്കെ കൊള്ളാം, ആക്ഷനൊക്കെ കുഴപ്പമില്ല, നല്ല പടമാണ്. അടിപൊളിയാണ്. ഇല്ല നല്ല പടം, നല്ല ആക്ഷൻ മൂവിയാണ്. അടിപൊളി. അടിപൊളിയായിട്ടുണ്ട് സിനിമ. നല്ല സിനിമയാണ്, എല്ലാവരും ഒന്ന് കണ്ടിരിക്കാൻ കൊള്ളാം. നല്ല സിനിമയാണ്. അതൊന്നും പറയില്ല, കിടിലൻ സംഭവമാണ്. കണ്ടോണ്ടിരിക്കുക ഒറ്റ പ്രാവശ്യം. നല്ല മൂവിയായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. കുറേ നാളിന് ശേഷം മമ്മൂട്ടിയുടെ നല്ലൊരു സിനിമയായിരുന്നു. അടിപൊളിയാണ്. പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നത്. നല്ല മൂവിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊന്നുമല്ല, ഇത് നല്ല ഞങ്ങൾ എൻജോയ് ചെയ്ത് കണ്ട മൂവിയാണ്. സൂപ്പറാണ്, അടിപൊളി. മമ്മൂട്ടി മൂവി സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. സിനിമയൊക്കെ അടിപൊളിയാണ്. കിടില സിനിമ, ഒന്നും പറയില്ല. എല്ലാവരും കാണണം. മസ്റ്റ് വാച്ച് മൂവിയാണ്, എല്ലാവരും കാണണം. അങ്ങനെ ഇല്ല പറയത്തൊക്കെ. നമുക്ക് കണ്ടിരിക്കാൻ കിടില സിനിമയാണ്. അപ്പോൾ അത് രക്ഷയില്ല. മമ്മൂട്ടിയാണെങ്കിൽ കിണ്ണം 71 വയസ്സ് തോന്നിക്കുകയില്ല. കിടിലം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. രാജു ഷെട്ടി എങ്ങനെയുണ്ടായിരുന്നു? വില്ലൻ്റെ രക്ഷയില്ല. ഇത് ഇയാളല്ല വേറെ ആരഭിനയിച്ചാലും ഇത് കിട്ടത്തില്ല. കിടില, ഇത് കണ്ട അതെല്ലാം മാറും. കണ്ടു നോക്കട്ടെ. അങ്ങനെയൊന്നുമില്ല. മമ്മൂട്ടി എന്നും മാസമായിരിക്കും, അടിപൊളിയായിരിക്കും. പുള്ളിക്കാരൻ്റെ എക്സ്പെക്ടേഷൻ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എനിക്കറിയാം. അങ്ങനെയൊന്നുമില്ല. മമ്മൂട്ടി ഈ മൂവിയിൽ സൂപ്പറായിരുന്നു. എബോ എക്സ്പെക്ടേഷൻ. സെക്കൻഡ് ഹാഫ് തൊട്ട് സൂപ്പർ. സ്റ്റണ്ട് സീൻസ് ഒക്കെ സൂപ്പറായിരുന്നു. എല്ലാ മാസം സൂപ്പറായിരുന്നു. സൂപ്പർ മൂവി. പടം നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു മലയാളത്തിൽ നല്ലൊരു മാസ് മസാല മൂവി കുറേ കാലത്തിന് ശേഷം. ലൈക്ക് പുലിമുരുകൻ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ തിയേറ്ററിൽ കയറി അതുപോലെ മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണൽ ഡീഗ്രേഡിങ് അങ്ങനെ അത് ഓരോരുത്തരും ഓരോ ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വളരെ ക്ലാസ് മൂവി എക്സ്പെക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു മാസ് മൂവി, ലൈക്ക് ഒരു തമിഴ് മൂവി കണ്ടൊരു ഫീലാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വർക്കായി മൂവി. നമ്മളങ്ങനെ വളരെ അങ്ങനെ ഒരു ജസ്റ്റ് റിലാക്സ് ആയിട്ട് വന്നിട്ട് കണ്ടിട്ടങ്ങ് പോവുക, അത്രേ ഉള്ളൂ. നല്ല സ്റ്റണ്ട് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. ക്യാമറയൊക്കെ അടിപൊളിയായിരുന്നു. സ്റ്റണ്ട് മൂവ്സൊക്കെ അടിപൊളിയായിരുന്നു. ഒരു മാസ് മൂവി, നല്ല ത്രില്ലർ മൂവിയായിരുന്നു. സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് സെറ്റാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ടേഷനോട് വന്നാൽ ചിലപ്പം സാറ്റിസ്ഫൈ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ഇപ്പോൾ 70 വയസ്സുണ്ടെന്ന് തോന്നുന്നില്ല. അമ്മാതിരി അഭിനയവും കാര്യങ്ങളും സ്റ്റണ്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ്റെ കാര്യത്തിലാണ്. ഫസ്റ്റ് നമുക്ക് എൻട്രിയും അതൊന്നും വലിയ സെറ്റായിട്ട് തോന്നിയില്ല. പക്ഷേ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അതിനെക്കുറിച്ച് പേഴ്സണലി എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഫാനൊന്നുമല്ല, ലൈക്ക് സിനിമകൾ കാണും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇഷ്ടമായി. എൻ്റർടൈൻമെൻ്റ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. പല ഷോട്ടുണ്ട്, അടിപൊളി ഷോട്ട്സൊക്കെ ഉണ്ട്. കൊള്ളാം, എനിക്കിഷ്ടമായി.